ടെലിഗ്രാമിൻ്റെ സിഇഒ ആയ പാവേൽ ഡ്യൂറോവിനെ ഫ്രഞ്ച് അധികാരികൾ പാരീസ് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത സംഭവം വലിയ വാർത്തയായിരുന്നു. ഇതിനുശേഷം ഈ ആപ്പിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ. കൊള്ള, ചൂതാട്ടം എന്ന് തുടങ്ങി ഗുരുതരമായ നിരവധി ആരോപണങ്ങളാണ് ടെലിഗ്രാമിനെതിരെയുള്ളത്. ഇന്ത്യയിൽ 5 ദശലക്ഷത്തിലധികം രജിസ്റ്റേർഡ് ഉപയോക്താക്കളുള്ള ടെലിഗ്രാമിൻ്റെ ഭാവി ഈ അന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ. ഈ ആരോപണങ്ങളൊക്കെ സത്യമാണെന്ന് കണ്ടെത്തിയാൽ നിരോധനമായിരിക്കും ഈ മെസ്സേജിംഗ് ആപ്പിനെ കാത്തിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിനും കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്ററാണ് അന്വേഷണം നടത്തുന്നത്. 2013 പ്രവർത്തനം ആരംഭിച്ച ടെലിഗ്രാമിന് നിലവിൽ ലോകമെമ്പാടുമായി 90 കോടിയോളം ഉപയോക്താക്കളാണുള്ളത്. അടുത്ത കാലത്തായി UGC നെറ്റ്, MBPSC, UP പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ്, നീറ്റ്, UG തുടങ്ങി നിരവധി പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ടെലിഗ്രാമിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. അല്ലെങ്കിൽ തന്നെ ടെലിഗ്രാമിന് മറ്റൊരു ദുഷ്പേരും കൂടിയുണ്ട്. പുതുതായി ഇറങ്ങുന്ന സിനിമകളൊക്കെ ടെലിഗ്രാമിലാണ് ആദ്യം അവൈലബിൾ ആകുന്നതെന്ന്. ഈ സംഭവങ്ങളൊക്കെ ടെലിഗ്രാം എന്ന ആപ്പിനെ അല്ലെങ്കിൽ ടെലിഗ്രാം എന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉപയോക്താക്കളെ അജ്ഞാതരായി നിലനിർത്താനും അവരുടെ പേര്, നമ്പർ, ഫോട്ടോ പോലെയുള്ള ഐഡൻറ്റിറ്റികൾ രഹസ്യമായി സൂക്ഷിക്കാനും അനുവദിക്കുന്ന സുരക്ഷാ ഫീച്ചറുകൾ ടെലിഗ്രാമിലുണ്ട്. പരീക്ഷാ പേപ്പറുകൾ ചോർത്തുന്നത് പോലെയുള്ള കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടാതെ എളുപ്പത്തിൽ ചെയ്യാൻ ഈ ഫീച്ചറുകൾ വഴി വ്യക്തികൾക്ക് സാധിക്കുന്നുണ്ട്. ഫ്രാൻസ് ഇപ്പോൾ പവേലിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. രാജ്യം വിട്ടു പോകരുത് എന്ന ഉപാധിയിൽ 5 മില്യൺ യൂറോ ജാമ്യത്തുകയും വിധിച്ചിട്ടുണ്ട്. എന്തായാലും ടെലിഗ്രാമിൻ്റെ ഇന്ത്യയിലെ ഭാവി അനിശ്ചിതത്വത്തിലാണ്.